നല്ലൊരു മസാല ഓംലേറ്റും കൂടി ചോറ് കഴിച്ചാലോ. അപ്പോൾ അതിനായിട്ട് 2 മുട്ട എടുക്കുക. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. അതിന് ശേഷം ഒരു ചെറിയ സവാള ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും മിക്സ് അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്തൊരു പാന് വെക്കുക. നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. പിന്നെ ഒരു പിടി കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ്. അപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഒപ്പിച്ചിട്ട് കൂട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മേലേക്കൂടെ ഒന്ന് പാർന്നു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിക്കുക. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 1 മിനിറ്റ് അതൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മസാല ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ മറിച്ചിടുമ്പോൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, ചെറിയ പീസായിപ്പോയി കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്